ആനക്കയം പഞ്ചായത്തിലെ ശ്രീ KG അബ്ദുറഹിമാൻ എന്നുള്ള കർഷകൻ്റെ കൃഷിയിടത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. അദ്ദേഹത്തെ 2022-23 വർഷത്തെ ഫാം പ്ലാൻ പദ്ധതിയിലെ ഗുണഭോക്താവാണ്. അപ്പോൾ ആ വർഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫീൽഡ് സന്ദർശിച്ചിട്ട് അതിനെന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നോക്കി അദ്ദേഹത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികളുടെ ഭാഗമായിട്ട് ആ വർഷം നമ്മൾ ക്രിട്ടിക്കൽ ഇൻ്റർവെൻഷൻ എന്ന രീതിയിൽ സോളാർ ഫെൻസിങ് ആണ് നമ്മൾ ആ വർഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ നടപ്പിലാക്കിയത്. അതോടൊപ്പം തന്നെ മറ്റു പദ്ധതികളായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് PMKSY അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്ലോട്ടിൽ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ നടപ്പിലാക്കി. അതുപോലെ ജനഗ്യാസ് പദ്ധതികളായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് നടീൽ വസ്തുക്കൾ, അതായത് കവുങ്ങ് കൊടുത്തിട്ടുണ്ട്. അത് മോഹിത് നഗറും കാസർഗോഡ് കുള്ളനും. പിന്നെ ഈ വർഷത്തിൽ നമ്മൾ SHM പദ്ധതിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലോട്ടിൽ റംബൂട്ടാനും മാംഗോസ്റ്റീനും നടീൽ വസ്തുക്കളായിട്ട് പുതുതായിട്ട് കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള കൃഷിയിടത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇടപെടൽ ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം ചെയ്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഫാം പ്ലാൻ പദ്ധതി. ഫാം പ്ലാൻ, അതുപോലെ PMKSY, ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഇപ്പോൾ ഈ വർഷത്തിൽ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഒരു കിണറും അദ്ദേഹത്തിൻ്റെ പ്ലോട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിലവിലെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക, കൃഷിയിൽ നിന്നുള്ള ഉൽപ്പാദനം കൂട്ടുക എന്നുള്ള രീതിയിലുള്ള ഫാം പ്ലാനിൻ്റെ ഭാഗമായിട്ടുള്ള പ്ലോട്ടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ, അതുപോലെ എക്സ്പോഷർ വിസിറ്റുകൾ ആത്മപദ്ധതിയുടെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് നൽകാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ പ്രവാസിയായിരുന്നു. 2001 പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് ഇനി എന്ത് ചെയ്യണം എന്നുള്ള എഴുതിയിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമികളൊക്കെ റബ്ബർ, കഴുങ്ങ്, തെങ്ങ്, ജാതി, ഇടവളായിട്ട് വാഴ, ചേമ്പ്, ചേന, കപ്പ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് ഫാം പ്ലാനിൽ 500 കഴുങ്ങ് തൈ വെച്ചു. അതിപ്പോൾ 2 വർഷം പൂർത്തിയായി. 2022-23 പദ്ധതിയിലാണ് വെച്ചത്. 2 വർഷം പൂർത്തിയായി. അപ്പോൾ അതിനുശേഷം ആത്മൻ്റെ ഒരു ടൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ചാലക്കുടി, അതുമാതിരി കോട്ടയം ജില്ലയിൽ എരുമേലി, അങ്ങനെ പല സ്ഥലങ്ങൾക്കും പോയി. അത് ഫ്രൂട്ട്സ് ആയിരുന്നു പ്രധാന വിഷയം. അപ്പോൾ അവിടെ റംബുട്ടാൻ, മാംഗോസ്റ്റീൻ ഇങ്ങനെയുള്ള തോട്ടങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്കും ചെയ്തുകൂടാന്ന് തോന്നി. പുതുതായിട്ടിപ്പോൾ മാംഗോസ്റ്റീനും അതേമാതിരി റംബുട്ടാനും കൃഷി ചെയ്തിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യത്തിനുമായിട്ട് ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്, സ്പ്രിങ്ക്ലർ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ 2025-26 സാമ്പത്തിക വർഷത്തിൽ റംബൂട്ടാൻ ഏരിയ എക്സ്പാൻഷൻ, മാംഗോസ്റ്റീൻ ഏരിയ എക്സ്പാൻഷൻ എന്നീ സ്കീമിനുള്ള സബ്സിഡി നൽകിയിട്ടുണ്ട്. 50,000 പെർ ഹെക്ടർ എന്ന രീതിയിലാണ് സബ്സിഡി ഉള്ളത്. കൂടാതെ ഫെൻസിങ് 150 പെർ മീറ്റർ എന്ന രീതിയിൽ 500 മീറ്ററിന് ഇവിടെ സബ്സിഡി നൽകിയിട്ടുണ്ട്. PDMC പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓട്ടോമേഷൻ, SMAM പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ പമ്പ് സെറ്റ് വാങ്ങൽ, ജാതി ഉണങ്ങുന്നതിനുള്ള ഡ്രയർ വാങ്ങൽ, ഓൺ ഫാം ബയോ ഇൻപുട്സ് വാങ്ങൽ എന്നിവയിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ വർഷത്തെ പഞ്ചായത്ത് വാർഷിക പദ്ധതിയായ ജനകീയത്തിൽ തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കൽ, ഔഷധ സസ്യ കൃഷി പ്രോത്സാഹനം, വിളകൾക്ക് വളം സബ്സിഡി എന്നീ പദ്ധതിയിൽ ഇദ്ദേഹം ഗുണഭോക്താവാണ്. 2022-23 ആരംഭിച്ച കൃഷിയിടാധിഷ്ഠിത വികസന സമീപനം പദ്ധതിയുടെ ഭാഗമായി ശ്രീ അബ്ദുറഹ്മാൻ KG എന്നവരുടെ പ്ലോട്ടിൽ നമ്മൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ നിർദ്ദേശിച്ച ഇടപെടലുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇതിൽ നമ്മൾ ഈ വർഷം SHM പദ്ധതികളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏരിയ എക്സ്പാൻഷൻ, മാംഗോസ്റ്റീൻ അതുപോലെ റംബൂട്ടാൻ എന്നിവയുടെ ഏരിയ എക്സ്പാൻഷൻ നമ്മളിപ്പോൾ ഈ സീസണിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, നവാഗത പഴവർഗ്ഗങ്ങളിൽ വാണിജ്യ സാധ്യത ഉള്ള ഒരു 2 പഴവർഗ്ഗമാണ് റംബൂട്ടാനും മാംഗോസ്റ്റീനും. അപ്പോൾ നമ്മൾ മാംഗോസ്റ്റീൻ ഫീൽഡിൽ നമ്മൾ ഏകദേശം ഒരു 3 വർഷം പ്രായമായിട്ടുള്ള സാധാ തൈകളാണ് മാംഗോസ്റ്റീനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് മാംഗോസ്റ്റീനിൽ ബഡോ ഗ്രാഫ്റ്റോ ഒന്നും ഇല്ലാതെ തന്നെ വിത്ത് വഴി തന്നെ മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണമുള്ള ക്യാരക്ടർ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് തൈകളിലൂടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആ തൈ സെലക്ട് ചെയ്തത് ശ്രീ മെർലിൻ എന്ന് പറയുന്ന കഴിഞ്ഞ 30 വർഷമായി മാംഗോസ്റ്റീൻ കൃഷി ചെയ്യുന്ന തൃശ്ശൂർ, പരിയാരം, ചാലക്കുടി ഭാഗത്തുള്ള കർഷകൻ്റെ ഫീൽഡിൽ നിന്നാണ് തൈകൾ എടുത്തിരിക്കുന്നത്. മാംഗോസ്റ്റീൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്ലോ ഗ്രോത്ത് ആണ്. മറ്റ് വൃക്ഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ റൂട്ട് ഹെയേഴ്സ് ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ സ്ലോ രീതിയിൽ വേര് വളർച്ചയുള്ള ഒരു പഴവർഗ്ഗമാണ് മാംഗോസ്റ്റീൻ. അതുകൊണ്ട് തന്നെ നമ്മൾ 3 വർഷം പ്രായമായിട്ടുള്ള തൈകളാണ് നമ്മൾ ഫീൽഡിലേക്ക് എടുത്തിരിക്കുന്നത്.
ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇത് മറ്റു വൃക്ഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജാതിയുടെ ഒരു വളർച്ചാ രീതിയാണ്. പുഴയുടെ തീരങ്ങൾ, അതുപോലെ മോഡറേറ്റ്ലി ഷെയ്ഡ് ടോളറൻ്റ് ആണ്, ഒരു കുറച്ച് മിതമായിട്ടുള്ള ഒരു തണൽ ആവശ്യമുള്ള ഒരു പഴവർഗ്ഗം കൂടിയാണ് മാംഗോസ്റ്റീൻ. അതുകൊണ്ട് തന്നെ നമ്മളിതിന് തെങ്ങിനും അതുപോലെ കവുങ്ങിനും ഇടയിലായിട്ട് ഒരു ഇടവിളയായിട്ടാണ് നമ്മൾ മാംഗോസ്റ്റീൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 8 മീറ്റർ അകലം ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൂട്ടിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ വേര് വളർച്ച വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ നമ്മൾ വാം പോലെയുള്ള വളങ്ങളടക്കം നമ്മളിതിൻ്റെ നടിൽ സമയത്ത് ഇതിന് ഉപയോഗിച്ചു വരുന്നു. അതുവഴി വേരിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ വളങ്ങൾ വലിച്ചെടുക്കുന്നതിനും പ്രതിരോധ ശേഷിക്കും അതുപോലെ ഡ്രൗട്ട് വേനൽക്കാല പ്രതിരോധ ശേഷിക്കൊക്കെ അത് സഹായമാകും. റംബൂട്ടാൻ നമ്മൾ 1 വർഷം പ്രായമായിട്ടുള്ള ബഡ് തൈകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹോം ഗ്രോണിൻ്റെ N18 എന്ന് പറഞ്ഞ ഇനമാണ്. അത് തുറസായ സ്ഥലം ആവശ്യമുള്ള ഒരു പഴവർഗ്ഗമാണ്. വരികൾ തമ്മിലും ചെടികൾ തമ്മിലും 12 മീറ്റർ അകലമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. തുടക്കകാലത്ത് നമുക്ക് ഇടവേളകളായിട്ട് പച്ചക്കറികളും വാഴയും പപ്പായ ഉപയോഗപ്പെടുത്താം. ഇതിൻ്റെ ബൗണ്ടറിയിൽ നമ്മൾ കവുങ്ങ് ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ അതിന് ഒരു ഷെയ്ഡ് പ്രശ്നം വരാതിരിക്കാനായിട്ട് മാംഗോസ്റ്റീൻ വെച്ച് നോക്കുമ്പോൾ അത്രയും ഒരു സൂര്യപ്രകാശം തുടക്കത്തിൽ എന്നാൽ നമ്മൾ ഷെയ്ഡ് കൊടുക്കും ആദ്യത്തെ ഒരു 3 വർഷക്കാലം. അതിനുശേഷം അത്രയും ഒരു പക്ക ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് റംബൂട്ടാൻ ആവശ്യം. നമ്മൾ ഡ്രിപ്പ് സംവിധാനം PDMസിലൂടെ ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. SHM പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫെൻസിങ്, ഇതിന് ചുറ്റും ചെയിൻ ലിങ്ക് ഫെൻസിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓട്ടോമേഷൻ നമ്മളിതിലേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഈ ഒരു കൃഷിയിടാധിഷ്ഠിത സമീപന പദ്ധതിയിലൂടെ കൂടി വിവിധ വകുപ്പുകളെയും അതുപോലെ പഞ്ചായത്ത് പദ്ധതികളും വകുപ്പ് പദ്ധതികളും മറ്റു വകുപ്പിലെ പദ്ധതികളും തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫീൽഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.